ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. പെസഹ പെരുന്നാളിന് വന്ന യേശുവിൻ്റെ കുടുംബം അവർ അവരുടെ സഹയാത്രികരുടെ കൂടെ പെരുന്നാളിന് ശേഷം യെരുശലേമിൽ നിന്ന് തിരിച്ച് നസ്രേത്തിലേക്ക് ഒരു ദിവസത്തെ യാത്ര പിന്നിട്ട ഒരു സമയം. അവരുടെ കൂടെ യെരുശലേമിലേക്ക് വന്ന അവരുടെ 12 വയസ്സ് മാത്രം പ്രായമുള്ള മകനെ ആ ഒരു സമയത്താണ് അവർ അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ തങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ നല്ല അയൽക്കാരോ കുടുംബ സുഹൃത്തുക്കളോ അങ്ങനെ യേശുവിനടുത്തറിയുന്ന ആരൊക്കെയോ ആയിരുന്നിരിക്കണം ആ സഹയാത്രികരായി അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കണം ആ അമ്മയും അപ്പനും ഒരു ദിവസത്തെ യാത്ര തങ്ങളുടെ മകൻ തങ്ങളുടെ സഹയാത്രികരുടെ കൂടെ ഉണ്ടാകും എന്ന ഒരു വിശ്വാസത്തിൽ അവർ നസ്രയത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു ഭീതി അവരിലേക്ക് വരികയാണ്. തങ്ങളുടെ പൊന്നോമന മകൻ അവരുടെ ആ യാത്രാ സംഘത്തിലില്ല എന്ന ആ ഒരു അറിവ് അവർക്ക് ലഭിച്ച ആ സമയം. അവരെല്ലാവരോടും ചോദിച്ചിട്ടുണ്ടാവാം, തങ്ങളുടെ മകനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ എന്ന്. എല്ലാവരും ഇല്ല എന്ന ഒരു ഉത്തരം ആ മാതാവിനും ആ പിതാവിനും കൊടുത്തപ്പോൾ വളരെ വേദനയിൽ യെരുശലേമിലേക്ക് ആ ദമ്പതികൾ അതിവേഗം തിരിച്ചു നടക്കുകയാണ് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടെത്തുവാനായി. ഒരു മകനെയോ ഒരു മകളെയോ അല്പനേരത്തേക്ക് കാണാതെ ആയാൽ ഒരു അപ്പനും അമ്മയ്ക്കുമുണ്ടാകുന്ന മനപ്രയാസം അതെത്രയാണ് എന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്ന മാതാവിനും പിതാവിനും മാത്രമേ അത് വിവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ചില മാതാപിതാക്കൾ പല കാരണങ്ങളാൽ എന്നേക്കുമായി അവരുടെ മകനെയോ മകളെയോ നഷ്ടപ്പെട്ടു പോയ വളരെ പരിമിതമായ സംഭവങ്ങളും നമ്മുടെ ഇടയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. നമ്മുടെ അറിവിൽ അങ്ങനെയുള്ള ആളുകളുണ്ടാകാം. ഒരിക്കലും തിരിച്ചു കിട്ടാതെ ജീവിതാവസാനം വരെ ആ വേർപാടിൻ്റെ വേദനയിൽ ജീവിതം എരിഞ്ഞു തീരുന്ന എത്രയോ മകനെയോ മകളെയോ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ. ഇവിടെ അമ്മ മറിയമിനും യൗസേ പിതാവിനും നഷ്ടപ്പെട്ടത് അവരുടെ പൊന്നോമന പുത്രൻ മാത്രമല്ല, യഹൂദന്മാരെല്ലാം കാത്തിരുന്ന മെശിഹായെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ദൈവമായ മെശിഹായെ, ദൈവം അവരിൽ നിന്ന് വേർപെട്ടു പോയ ഒരു സന്ദർഭം. ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പിലൂടെ ദൈവം തങ്ങളെ ഭരമേൽപ്പിച്ച ആ കുഞ്ഞു മശിഹ, യഹൂദന്മാരുടെ രക്ഷകൻ, ആ രക്ഷകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മശിഹ ഇന്ന് നമ്മുടെ എല്ലാം രക്ഷകനാണ്. പാപികളായ നമ്മൾ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിനായി സ്വന്തം ശരീരത്തിൽ കഷ്ടമനുഭവിച്ച് നമുക്കായി നല്ല സ്നേഹിതനായി തീർന്ന് താൻ ക്രൂശിൽ നമുക്കായി ജീവൻ വെടിഞ്ഞ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്തൻ, അവൻ നമ്മിൽ നിന്നെല്ലാം ഇങ്ങനെ ഇടയ്ക്കെല്ലാം അകന്നു പോകുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ് അവനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? പാപത്തിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കാതെ, പശ്ചാത്താപമില്ലാതെ ഞാൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവനെ എനിക്ക് നഷ്ടപ്പെട്ടേക്കാം. എൻ്റെ തിരക്ക് പിടിച്ച ജീവിതം മൂലം
അവൻ ഒരുപക്ഷെ എന്നിൽ നിന്നും അകന്നു പോയേക്കാം. എൻ്റെ തെറ്റായ വഴികൾ, എൻ്റെ ദുഷ്പ്രവൃത്തികൾ, എൻ്റെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരം, ഇതെല്ലാം അവനെ, മെശിഹായെ, എന്നിൽ നിന്ന് അകറ്റുന്ന സംഗതികളാണ്. എൻ്റെ ദേഷ്യം, എൻ്റെ ക്രോധം, എൻ്റെ കോപപ്രകൃതി, ഇവയെല്ലാം ദൈവമേ, നീ എന്നിൽ നിന്നും അകന്നു പോകുവാൻ ഇടവരുന്ന എൻ്റെ പ്രകൃതമാകുന്നുണ്ടോ? മെശിഹായെ, എപ്പോഴും നീ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ, നിൻ്റെ പ്രകാശം എന്നെ നയിക്കുവാൻ, നിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.